രജിസ്റ്റേർഡ് നഴ്സിൻ്റെ CV രണ്ടാം പാർട്ടാണ്. അപ്പം ആദ്യത്തെ പാട്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ഞാൻ കാണുക, ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പം രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ 3 പോയിന്റ്സാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പറയാം, അല്ലെങ്കിൽ ടു ലെങ്തി ആയി പോകും കേട്ടോ. അപ്പം മെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം, കറൻറ്റ് നെയിം, പാസ്പോർട്ടിലെ നെയിം ആണ് എഴുതേണ്ടത്. പിന്നെ കോൺടാക്ട് നമ്പർ മേക്ക് ഷുവർ ആക്കുക, നിങ്ങൾ കോൺടാക്ട് നമ്പർ കറക്റ്റ് ആണോ എന്ന്. അവർ ഇൻ കേസ് വിളിക്കുക വല്ലതും ചെയ്താൽ കിട്ടാതെ ആയി പോകരുത്. പിന്നെ ഇമെയിൽ ID അതും കറക്റ്റായിട്ട് 1-2 പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് മേക്ക് ഷുവർ ചെയ്യുക കറക്റ്റ് ആണെന്ന്. പേഴ്സണൽ ഇമെയിൽ IDയും പിന്നെ വർക്ക് ഇമെയിൽ IDയും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ അഡ്രസ്സ് എഴുതണമെന്നില്ല, നിങ്ങൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും പാസ്പോർട്ട് നമ്പരും ഒന്നും ആവശ്യമില്ല. അതാണ് ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്. രണ്ടാമത് ക്വാളിഫിക്കേഷൻ ഓർ എഡ്യൂക്കേഷൻ, എവിടെ നിന്നാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആയത്, എന്താണ് നിങ്ങളുടെ ഡിഗ്രി, ഏത് വർഷമാണ് പാസ് ഔട്ട് ആയെന്നുള്ളത്. എൻ്റെ കാര്യത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണിപ്പാൽ കോളേജ് ഓഫ് നഴ്സിംഗ്, ബാച്ചുലർ ഓഫ് നഴ്സിംഗ് ആൻഡ് ഇയർ, അങ്ങനെയാണ്. ബുള്ളറ്റ് പോയിന്റ്, ഗ്രിഡോ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാം. ബട്ട് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അത് ഓരോ ക്വാളിഫിക്കേഷനും വേറെ വേറെ എഴുതണം, കൂടുതൽ എഴുതണ്ട, അത്ര മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫഷണൽ ബോഡി രജിസ്ട്രേഷൻ, അപ്രോ രജിസ്ട്രേഷൻ്റെ നമ്പരും പിന്നെ ഇയറും. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ആണെങ്കിൽ 2 നമ്പർ ഉണ്ടെങ്കിൽ അത് 2 നമ്പർ വയ്ക്കുക, ആൻഡ് ഇയർ, ആൻഡ് ആൻമാക്കിൻ്റെ പ്രൊഫഷണൽ സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത കോഡ് ഉണ്ടാവുമല്ലോ അതും കൂടെ വെച്ചേക്കുക. ആ 3 കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ നൗ.